റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതുപോലെ വരച്ചിട്ടുണ്ട്. എടാ ഇതൊന്നും ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇതൊന്നും ആണെങ്കിൽ ഈ 90ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സാധനം എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ. എത്രയാ? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1ഉം 1ഉം എത്രയാ? 2. റൂട്ട് 2. സോ ഫസ്റ്റ് വണ്ണിൻ്റെ എത്ര വരും? ഇത് എത്ര വരും? റൂട്ട് 2. ഇനി നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വണ്ണിൻ്റെ ഇത് റൂട്ട് 2, ഇത് എത്ര വരും? റൂട്ട് 1. അപ്പോൾ അത് ഇപ്പോൾ എടാ റൂട്ട് 3 വരും. ഇത് കൂട്ട് ടെക്സ്റ്റ് നമ്മൾ ചെയ്തതല്ലേ എടാ. ഈ മുകൾ ഭാഗം എത്ര വന്നു? റൂട്ട് 2. ഇതെത്ര വന്ന്? 1. റൂട്ട് 2 റൂട്ട് 1ഉം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഫിസിക്കൽ ടു എത്ര വരും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ എത്രയാ? ബേസ് സ്ക്വയർ 1 സ്ക്വയർ. എത്രയാ? 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാ? റൂട്ട് 2 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടിൻ്റെ സ്ക്വയർ എത്രയാ? അത് തന്നെയാണ് 2 + 1 എത്രയാ? റൂട്ട് 3. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതെത്ര വരുമെന്ന്? റൂട്ട് 3 വരുമെന്ന് പറയാൻ പറ്റും. ഇതെത്ര വരുമെന്ന് പറയാൻ പറ്റും? റൂട്ട് 3. അത് 1. ഇനി ചെയ്യൊന്നും വേണ്ട. റൂട്ട് 3 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? റൂട്ട് 4. ഇതെത്രയായിരിക്കും? റൂട്ട് 5. ഇതെത്രാമത്തെയാ ത്രികോണം? 1 2 3 4. ഫോർത്ത് ത്രികോണത്തിൽ ഹൈപ്പോട്ടന്യൂസ് എന്താ വരുന്നത്? റൂട്ട് 5. അതായത് ഫസ്റ്റ് ത്രികോണത്തിൽ റൂട്ട് 2, സെക്കൻഡ് ത്രികോണത്തിൽ റൂട്ട് 3, തേർഡ് ത്രികോണത്തിൽ റൂട്ട് 4, ഫോർത്ത് ത്രികോണത്തിൽ റൂട്ട് 5. സിമ്പിളായിട്ട് ചോദ്യം ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ? എത്രയാ? റൂട്ട് 2. വാട്ട് ഈസ് ദ സൈഡ്സ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ? സെക്കൻഡ് ട്രയാങ്കിൾ എത്രയാ? വാട്ട് ആർ ദ സൈഡ്സ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ? വാട്ട് ആർ ദ സൈഡ്സ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ? റൂട്ട് 3 1 ആൻഡ് റൂട്ട് 2. ഏതൊക്കെയാ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്? ഏതൊക്കെയാണ്? റൂട്ട് 2 1 ആൻഡ് റൂട്ട് 3. റൂട്ട് 2 1 ആൻഡ് റൂട്ട് 3. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ? ഇതേ നോക്കിക്കേ. 1 2 3 4. ഫോർത്ത് വരെ ട്രയാങ്കിളിൻ്റെ സൈഡ് നോക്കിയാൽ ഏതാ വന്നതെന്ന്? ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഏതാ വന്നത്? പെർപെൻഡിക്കുലർ സൈഡ് 4ഉം റൂട്ട് 4ഉം 1ഉം. തേർഡ് ട്രയാങ്കിളിൻ്റെയോ? റൂട്ട് 3ഉം 1ഉം. സെക്കൻഡ് ട്രയാങ്കിളുടെ റൂട്ട് 2ഉം 1ഉം. അങ്ങനെയാണെങ്കിൽ 10th ട്രയാങ്കിളുടെ പെർപെൻഡിക്കുലർ സൈഡ് ഏതായിരിക്കും? റൂട്ട് 10ഉം 1ഉം. റൂട്ട് 10ഉം 1ഉം. കാരണം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ 1ഉം 1ഉം, സെക്കൻഡിൻ്റെ റൂട്ട് 2ഉം 1ഉം, തേർഡിൻ്റെ റൂട്ട് 3ഉം 1ഉം, റൂട്ട് 4ഉം 1ഉം, റൂട്ട് 5ഉം 1ഉം. ഇനി 1 2 3 നാലാമത്തെ ത്രികോണത്തിൻ്റെ എന്താ വന്നത്? റൂട്ട് 4ഉം 1ഉം. അങ്ങനെയാണെങ്കിൽ 10ാമത്തേൻ്റെ ഏതൊക്കെയായിരിക്കും സൈഡ്? പെർപെൻഡിക്കുലർ സൈഡ് റൂട്ട് 10ഉം. നോക്കിയേ, ഒന്നാമത്തെ ത്രികോണം ഇത്. രണ്ടാമത്തെ ത്രികോണത്തിൽ ഏതൊക്കെയാണെന്ന്? റൂട്ട് 2ഉം 1ഉം. മൂന്നാമത്തേത്തിൽ ഏതൊക്കെയാണെന്ന്? റൂട്ട് 3ഉം 1ഉം, റൂട്ട് 4ഉം 1ഉം. അതുപോലെ 10ാമത്തേത്തിൽ എത്ര വരും? റൂട്ട് 10ഉം 1ഉം. റൂട്ട് 10ഉം 1ഉം. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ അറ്റ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ 10th ട്രയാങ്കിൾ? 10th ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്ന് നോക്കടാ വയസ്സിൽ. നോക്കടാ. നമുക്കറിയാം ബേസ് എത്രയാണെന്ന് കിട്ടിയേ? 1. ഇതെത്ര വരുള്ളൂ? റൂട്ട് 10. ഏരിയ എത്രയാണെന്ന് അറിയാം നമുക്ക്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 1. ഹൈറ്റ് എത്രയാ? റൂട്ട് 10. സോ റൂട്ട് 10 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഏരിയ വരും. എങ്ങനെയാണെന്നൊന്നും കൂടെ പറയാം. 10ാമത്തേൻ്റെ വശങ്ങൾ എത്ര കിട്ടിയ? റൂട്ട് 10ഉം 1ഉം. റൂട്ട് 10ഉം 1ഉം. നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസിക്കൽ ടു എത്രയാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 1 ഇൻറ്റു ഹൈറ്റ് എത്രയാ? റൂട്ട് 10. സോ 10 ഇൻറ്റു 1 10. വീണ്ടും 10 ഇൻറ്റു 1 10. റൂട്ട് 10 ഇൻറ്റു 1 റൂട്ട് 10. റൂട്ട് 1 ഇൻറ്റു പിന്നെയും റൂട്ട് 10 തന്നെ. അതായത് റൂട്ട് 10നെ 1 കൊണ്ട് ഗുണിച്ചാൽ എന്ത് തന്നെയുള്ളൂ വരത്തുള്ളൂ? റൂട്ട് 10 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ അറ്റ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ 10th ട്രയാങ്കിൾ? 10th ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ അറ്റ് ദ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ല. എന്താ ചോദിച്ചാൽ? ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ അറ്റ് ദ 10th ട്രയാങ്കിൾ. എടാ ഫസ്റ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് എത്ര? ഫസ്റ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് എത്ര? റൂട്ട് 2. സെക്കൻഡിൻ്റെ എത്ര? റൂട്ട് 3. തേർഡിൻ്റെ എത്ര? റൂട്ട് 4. ഫോർത്തിൻ്റെ എത്ര? റൂട്ട് 5. അങ്ങനെയാണെങ്കിൽ 10th എത്ര? റൂട്ട് 11. ഫസ്റ്റിൻ്റെ വന്നപ്പോൾ 2, റൂട്ട് 3 സെക്കൻഡിൻ്റെ. അതുപോലെ തന്നെ തേർഡിൻ്റെ എത്രയാ? റൂട്ട് 4. ഫോർത്തിൻ്റെ എത്രയാ? റൂട്ട് 5. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയി 10ാമത്തേൻ്റെ എത്ര വരുന്നത്? റൂട്ട് 11.
അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം √11 ആണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. എത്രയാ? √11. അത് സൈഡാക്കി വരയ്ക്കുന്ന ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? √11 ഇൻറ്റു √11. √11 ഇൻറ്റു √11 എത്രയായിരിക്കും? 2 റൂട്ടുകൾ ഇൻറ്റു ചെയ്താൽ 11. ആൻസർ എത്രയായിരിക്കും? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗർ ഹാവ് ഈക്വൽ ഏരിയാസ്. ഇവിടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന് എല്ലാത്തിനും എന്താടാ? ഈക്വൽ ഏരിയാസ് ആണുള്ളത്. നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിൻ്റെ ഏരിയ എന്ത് വരും? എക്സ് ഇൻറ്റു വൈ. ഇതിൻ്റെ ഏരിയ എന്ത് വരും? എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 3. ഇതിൻ്റെ ഏരിയ എന്ത് വരും? എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ പ്ലസ് ആണോ വൈ മൈനസ് 4 ആണോ? വൈ മൈനസ് 4. ഇത് എക്സ് പ്ലസ് 8 അല്ലേ? ഇൻറ്റു വൈ മൈനസ് 4. നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ. ഏത് കിട്ടും? ഏരിയ. അപ്പോൾ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 3, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4. നമുക്ക് ഓരോ ഏരിയയും നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞത്? ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. രണ്ടാമത്തെ ഏരിയ എക്സ് പ്ലസ് 4 ഇൻറ്റു ഏരിയ ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 3. മൂന്നാമത്തെ ഏരിയ എത്ര? എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4. എക്സ് പ്ലസ് 8 ഇൻറ്റു മൂന്നാമത്തെ ഏരിയ എത്രയാടാ? എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒന്നും ചെയ്യാനില്ല കാരണം എക്സ് ഇൻറ്റു വൈ ആ. ഇവിടെ ചെയ്യാനുണ്ട്. എക്സ് ഇൻറ്റു വൈ എന്ത് വരൂടാ? എക്സ് വൈ. എടാ ഇവിടെ ശ്രദ്ധിച്ച്, എക്സ് ഇൻറ്റു മൈനസ് 3 എന്ത് വരും? എക്സ് ഇൻറ്റു മൈനസ് 3 എന്ത് വരും? മൈനസ് 3x. എക്സ് ഇൻറ്റു വൈ എത്രയാടാ? എക്സ് വൈ. എക്സ് ഇൻറ്റു മൈനസ് 3 എത്രയാ? മൈനസ് 3x. 4 ഇൻറ്റു വൈ എന്താ? 4y. മൈനസ് 3 ഇൻറ്റു 4 എത്രയാ? മൈനസ് 12. മൈനസ് 3 ഇൻറ്റു 4 എത്ര വരും? മൈനസ് 12. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4 ചെയ്യണം. ഏത് ചെയ്യണം? എക്സ് പ്ലസ് 8 ഇൻറ്റു, അടുത്തതായിട്ട് എക്സ് പ്ലസ് 8 ഇൻറ്റു എന്ത് ചെയ്യണം? നമുക്ക് വൈ മൈനസ് 4 ചെയ്യണം. അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4. നോക്കിക്കേ, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 4 മൈനസ് 4x. 8 ഇൻറ്റു വൈ 8y. 8 ഇൻറ്റു 4 മൈനസ് 32. ഇപ്പം നമുക്ക് 3 ഇക്വേഷൻസാണ് കിട്ടിയിരിക്കുന്നത്. 3 ഇക്വേഷനാണ് നമുക്കപ്പോൾ ഇവിടെ കിട്ടിയ 3 ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് വൈ. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ? എക്സ് വൈ മൈനസ് 3x പ്ലസ് 4y മൈനസ് 12. അത് ഞാനിതാ ഇവിടെ ഒന്നും കൂടെ എഴുതാൻ പോവാ. എക്സ് വൈ മൈനസ് 3x പ്ലസ് 4y മൈനസ് 12. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ ഏതാ? എക്സ് വൈ മൈനസ് 4x പ്ലസ് 8y മൈനസ് 32. നമുക്ക് ഇവർ ഈ തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെ ഏരിയ എന്താ? ഈ 3 ഏരിയയും എന്താ? ഏരിയ സെയിം. കാരണം എന്താ? ഏരിയ സെയിം എന്താ കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഏരിയ സെയിം ആണെന്ന്. അതുകൊണ്ട് ഇനി നോക്കിക്കോ, ഈ ഏരിയയോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഏരിയയോടും ഈക്വൽ ആയിരിക്കും. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? ഏരിയ എല്ലാം സെയിം ആണ്. സോ എക്സ് വൈ ഈക്വൽ ടു ഈ എക്സ് വൈ എന്തിനോട് ഈക്വലാ? എക്സ് വൈ മൈനസ് 3x പ്ലസ് 4y മൈനസ് 12. ഈ സൈഡിൽ നിന്നും എന്ത് കട്ട് ചെയ്ത് കളയാം? എക്സ് വൈ ക്യാൻസൽ ചെയ്യാം. ഈ 3x ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? പ്ലസ് 3x. ഈ 4y അപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് വരും? മൈനസ് 4y ഈക്വൽ ടു അപ്പുറത്ത് എന്തുണ്ട്? മൈനസ് 12. ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ വിളിച്ചു. ആദ്യം ഞാൻ ഇത് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തു? എക്സ് വൈ മൈനസ് 3x പ്ലസ് 4y മൈനസ് 12 ഇക്വേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്ന ഈ എക്സ് വൈയും ഇതും ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഈക്വൽ ടു പറഞ്ഞോ, എക്സ് വൈ മൈനസ് 4x പ്ലസ് 8y മൈനസ് 32. എന്തുകൊണ്ടാണ് സാധ്യം നമ്മളിത് ഇക്വേറ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഏരിയയും എല്ലാം എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇതും ഇക്വേറ്റ് ചെയ്തു. എനിക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതും ഇക്വേറ്റ് ചെയ്യണം. എക്സ് വൈയും ഇതും ഇക്വേറ്റ് ചെയ്യണം. രണ്ട് സൈഡിൽ നിന്ന് ഇതും വെട്ടിപ്പോകും. മൈനസ് 4x അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 4x. 8y അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 8y ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? മൈനസ് 32. ഇതിന് ഇക്വേഷൻ നമ്പർ എന്തെന്ന് വിളിക്കാം? 2.
അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാകും. ഞാനൊന്ന് മാറ്റി എഴുതാൻ പോകുക, നോക്കിക്കോ. ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? 3x - 4y = 3x - 4y = എന്താ കിട്ടിയത്? -12. എന്താ കിട്ടിയത്? -12. അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 4x - 8y 4x - 8y = എന്തെന്ന് കിട്ടി? -32 എന്ന് കിട്ടി. ഇനി ഏതാണ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്? എലിമിനേഷൻ മെത്തേഡ്. എലിമിനേറ്റ് ചെയ്യാൻ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. കാണുമ്പോൾ പറയാം 3ഉം 4ഉം എലിമിനേറ്റ് ചെയ്യാൻ പാടാ. അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 4 കൊണ്ട്. അപ്പം 3 എത്രയാവും? 12. ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. 3 12 ആവും. അതിനെക്കാട്ടിലും എളുപ്പം നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. 4നെ എന്താക്കാം? 8 ആക്കാം. ഈ ഒരു ഫുൾ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 6x -4 × 2 -8y = -12. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? താഴെ 4x. ഇവിടെ എന്താ ഉള്ളത്? -8y = ഇവിടെ എന്താ ഉള്ളത്? -32. എടാ -8yയും ഇവിടെ -12 × 2 എത്രയാ? അത് ഞാൻ ചെയ്യാൻ വിട്ടുപോയി. -12 × 2 എത്രയാ? -24. ഇനി -8yയും -8yയും ക്യാൻസൽ ആകണമെങ്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ടേ? പ്ലസ്. കാരണം എന്താണെന്ന് വെച്ചാൽ -8y അതോ മൈനസ് ആണോടാ? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്താലാണ് പ്ലസ് വേണ്ട. നോക്കിക്കേ, ഇവിടെ ഞാൻ മാറ്റി ചെയ്ത് കാണിക്കാം. മൈനസ് എന്താ? 8y. ഇവിടെ എന്താ ഉള്ളത്? മൈനസ്. ഇവിടെ എന്താ ഉള്ളത്? -8y. -8ഉം -8ഉം എന്തും ആവും? പ്ലസ് ആവും. സോ -8y + 8y എത്രയാവും? 0. സോ ഇവിടെ എന്താ വേണ്ട? പ്ലസ്സോ മൈനസോ? മൈനസ്. 8yയിൽ നിന്ന് -8y കുറയ്ക്കുമ്പോൾ എത്ര വരും? 0. 6xൽ നിന്ന് 4x കുറച്ചാൽ 2x. ഇനിയുള്ളത് മാറ്റി എഴുതി നോക്കണം. -24 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? -32. നമുക്കറിയാം 24ഉം പ്ലസ് ഇതെന്താവും? മൈനസ് എന്താവും? പ്ലസ്. അപ്പം -24 + 32. ഒരു മൈനസും ഒരു പ്ലസ്സും വന്നാൽ എന്ത് ചെയ്യണം? ഒരു പ്ലസ്സും ഒരു മൈനസും വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്താ? 32ൽ നിന്ന് 24 പോയാൽ 8. എത്രയാ? 8. അപ്പോൾ എത്രയാ? 2x = എത്രയാ? 8. എക്സ് എത്ര വരും? 8/2 4. എക്സിൻ്റെ വാല്യൂ എത്രയാ? 4. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 4. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? 4 എന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ഇക്വേഷൻ എടുക്കുക. 4x - 8y = -32. 4 × എക്സിന് വരെ ഞാൻ എത്ര കൊടുത്ത്? 4. 4ന് വരെ എക്സിന് വരെ എന്ത് കൊടുത്ത്? 4. -8y = എത്രയാ? -32. 4 16. -8y = -32. നമുക്കറിയാം -8y അപ്പുറത്തോട്ട് വരുന്നാൽ എന്ത് വരും? +8y. -8y അപ്പുറത്തോട്ട് വന്നാൽ എന്ത് വരും? +8y. ഇവിടെ 16 ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? 16. 16ൻ്റെ അങ്ങോട്ടേക്ക് ഈ -32 വന്നാൽ എന്ത് വരും? +32. 16 32 കൂട്ടിയിട്ട് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും? 8y = എത്രയെന്ന് കിട്ടും? 48. വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? 48/8. 48/8. 48 8 എത്ര പ്രാവശ്യം ഉണ്ട്? 6 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 6. വൈയുടെ വാല്യൂ 6 എന്നും എക്സിൻ്റെ വാല്യൂ എത്രയെന്നും കിട്ടി? 4. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫോം ഇക്വേഷൻസ്. നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? xy, പിന്നെ x + 4 × y - 3, പിന്നെ x + 8 × y - 4. അത് ഇൻറ്റു ചെയ്യുന്ന എല്ലാം കാണിച്ച് ഇക്വേഷൻ ഉണ്ടാക്കി. ഫൈൻഡ് x and y. x and y കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ നീളമുള്ള ഒരു സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സായിരുന്നു. ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്? എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്. ഇതും ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? 2 ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. 2 ഇക്വേഷൻ എന്ത് ചെയ്തു? എലിമിനേഷൻ മെത്തേഡിലൂടെ എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചു? 4 ആണെന്നും y എത്രയാണെന്നും 6 ആണെന്നും കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ മിഡിൽ. ഈ മിഡിലുള്ള റെക്റ്റാങ്കിളിൻ്റെ വാല്യൂസ് എഴുതാൻ. എക്സ് എത്രയാണെന്ന് കിട്ടിയത്? എക്സ് 4. അപ്പം 4 4 8. 4 4 8. y എത്രയാണെന്ന് കിട്ടിയത്? 6. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. 8 × 3 24 ആയിരുന്നു ഇതിൻ്റെ ഏരിയ. 8 3 8 16 24 cm² ആണ് ഇതിൻ്റെ ഏരിയ.
ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഇഫ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി എത്രയെന്ന് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര a മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂസിങ് ദ ഗിവൺ ഡേറ്റ കാൽക്കുലേറ്റ് ദ ഇനിഷ്യൽ വെലോസിറ്റി u ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡ്. നോക്കിക്കോ, ഇഫ് ദ സ്പീഡ് v ആഫ്റ്റർ t സെക്കൻഡ്സ് ഈസ് റിലേറ്റഡ് ആസ് v ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് u പ്ലസ് 80. നമ്മൾ ഫിസിക്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ v ഈസ് ഈക്വൽ ടു 24 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട് 24 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ടി ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് 6 സെക്കൻഡ്. അതുപോലെ തന്നെ v ഈസ് ഈക്വൽ ടു 36 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടി ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് 10 സെക്കൻഡ്. നമ്മളോടുള്ള ഒന്നാമത്തെ ചോദ്യം കേട്ടോടാ, റൈറ്റ് ദ ഇക്വേഷൻ യൂസിങ് ദ ഗിവൺ ഡേറ്റ. എടാ ഇവിടെ ഫൈനൽ വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ ഫൈനൽ വെലോസിറ്റി? ഏതൊക്കെയാ? 24ഉം 36ഉം. അപ്പോൾ നമുക്ക് അവിടെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന v ഈസ് ഈക്വൽ ടു u പ്ലസ് 80. ഫൈനൽ വെലോസിറ്റി എത്രയാണ് ഇവിടെ ഇവർ തന്നിരിക്കുന്നത്? ഫൈനൽ വെലോസിറ്റി ഇവിടെ ആദ്യം തന്നിരിക്കുന്ന 24 ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല, ആക്സലറേഷൻ തന്നിട്ടില്ല, പക്ഷേ ടി തന്നിട്ടുണ്ട്. ടി എത്രയാ? a ഇൻറ്റു ടി. ടി എത്രയാടാ? 6. സോ 6 ഇൻറ്റു a. ഇതാണ് ഇക്വേഷൻ ഒന്നാമത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഇത് നോക്കിയേ, അടുത്ത അവരെന്താടാ v തന്നിരിക്കുന്നത്? 36. അവരേതാ v തന്നിരിക്കുന്നത്? 36 ഈസ് ഈക്വൽ ടു u തന്നിട്ടുണ്ടോ? u തന്നിട്ടില്ല. പ്ലസ് എ തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്ര സെക്കൻഡാ? 10 സെക്കൻഡ്. സോ നമുക്ക് ആ ടീയുടെ അവിടെ, ഈ ടീയുടെ അവിടെ എന്തുകൊണ്ട് കൊടുക്കാം? 10 സെക്കൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ 10a. എത്രയാ? 10a. ഇവിടെ u പ്ലസ് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത് നോക്കടാ, 24 ഈസ് ഈക്വൽ ടു u പ്ലസ് 6a. രണ്ടാമത്തെ ഇക്വേഷൻ 36 ഈക്വൽ ടു u പ്ലസ് 10a. ഇത് ഏതാണ് വെച്ചാണ് ചെയ്യേണ്ടത്? ഇത് ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? എലിമിനേഷൻ മെത്തേഡ്. കാരണം നമ്മൾ എക്സും വൈയും ഇട്ട് ചെയ്യുന്ന പോലെ ഇവിടെ 2 വേരിയബിൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്? യുവും എയും. എടാ ഇവിടെ എന്തെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? തൊട്ട് മുമ്പത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ പോലെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ യു രണ്ടും സെയിമാ. യു രണ്ടും എന്താ? സെയിമാ. അപ്പം മൈനസ് ചെയ്താൽ മതി. യുന്ന് യു കുറച്ചാ 0. 6 നിന്ന് 10 കുറച്ചാൽ എത്രയാ? 6 നിന്ന് 10 കുറച്ചാ -4a. എടാ 6 നിന്ന് 10 കുറച്ചാൽ എത്രയാ? -4a. 24 നിന്ന് 36 കുറച്ചാൽ എത്രയാ? -12. സോ -4a ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയടാ, -4a ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -12. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു എത്ര ആയിരിക്കൂടാ? -12/-4. മൈനസും മൈനസും വെട്ടിപ്പോവും. 12 4 എത്ര വട്ടം ഉണ്ട്? 12 എത്ര വട്ടം ഉണ്ട്? 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് a എത്രയെന്ന് കിട്ടി? എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് 3. അതുകൊണ്ട് ഇഷ്ടമുള്ള ഇക്വേഷനിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുക. ഞാനിത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 24 ഈസ് ഈക്വൽ ടു എത്രയാ? u പ്ലസ് 6 ഇൻറ്റു a. u എത്രയെന്ന് കിട്ടി? അല്ല, u ആണോ a ആണോ നമുക്ക് കിട്ടിയത്? a 3 കിട്ടി. അപ്പോൾ 24 ഈസ് ഈക്വൽ ടു u അറിയാമോ? ഇല്ല. u പ്ലസ് 6 ഇൻറ്റു എന്ത് വരും? എക്ക് എന്ത് കൊടുക്കണം? 3. 6 ഇൻറ്റു 3 എത്രയാ? 18. സോ u ഇവിടെ കിടക്കുക. ഈ 24 അങ്ങോട്ട് 18 വരുമ്പോൾ പ്ലസ് 18 -18? പ്ലസ് 18 -18? -18. എത്രയാ? -18. അപ്പോൾ 24 നിന്ന് 18 കുറയ്ക്കുമ്പോൾ എത്ര ആൻസർ? 24 നിന്ന് 18 കുറയ്ക്കുമ്പോൾ 6. സോ u ഈസ് ഈക്വൽ ടു എത്രയാ? 6. എടാ 24 നിന്ന് 18 കുറച്ചാൽ എത്രയാ? 6. എത്രയാ? അപ്പോൾ 6. നമുക്ക് a ഈസ് ഈക്വൽ ടു 3 എന്നും കിട്ടി. u ഈസ് ഈക്വൽ ടു എത്രയെന്നും കിട്ടി? 6 മീറ്റർ പെർ സെക്കൻഡും a ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. വാട്ട് വിൽ ബി ദ സ്പീഡ് അറ്റ് 12 സെക്കൻഡ്? 12 സെക്കൻഡ് ആകുമ്പോൾ സ്പീഡ് എന്തെന്ന് നമ്മുടെ ഫോർമുല എന്താ? v ഈസ് ഈക്വൽ ടു u പ്ലസ് 8t. u എത്രയാന്ന് കിട്ടി? u പ്ലസ് a ഇൻറ്റു ടി. u എത്രയാന്ന് കിട്ടി നമുക്ക്? u എത്രയാ? 6. u എത്രയാന്ന് കണ്ടുപിടിച്ച് നമ്മൾ? 6. a എന്താന്ന് കണ്ടുപിടിച്ച്? 3 ഇൻറ്റു ടൈം ഏതാന്ന് കണ്ടുപിടിച്ചു? ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 12. എത്രയാ? 12. അപ്പോൾ എത്രയാടാ? 6 പ്ലസ് 3 ഇൻറ്റു 12 എത്രയാ? 12 24 36. 36 6 42. b ഫൈനൽ വെലോസിറ്റി 12 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും? 42 മീറ്റർ പെർ സെക്കൻഡ്.